നമസ്കാരം. നാളെ ശിവരാത്രിയാണ് അല്ലേ? എല്ലാവരും അതിനുള്ള ഒരുക്കത്തിലായിരിക്കും. ഫെബ്രുവരി 15, 2026 നാളെ. അപ്പോൾ ശിവരാത്രി വ്രതത്തെക്കുറിച്ച് കുറച്ച് സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ടാവും. എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എന്ത് നാമാണ് ചൊല്ലേണ്ടത്, മുഴുവനായിട്ട് ഉറക്കം ഇളയ്ക്കണോ, വേണ്ടെങ്കിൽ എപ്പോഴാണ് ഉണർന്നിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ടാവും. അപ്പോൾ സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് ഒരു രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ ജോലിക്ക് പോവുക അല്ലെങ്കിൽ പഠിക്കാൻ പോവുക. കുട്ടികളാവുമ്പോൾ പരീക്ഷ ഉണ്ടാവും, സ്കൂളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഉറക്കമിളച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ ശിവരാത്രിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും ശക്തവുമായിട്ടുള്ള നാമജപ മന്ത്രണം ശിവനെ ആരാധിക്കുന്നതിനായിട്ട്, പരമശിവനെ ആരാധിക്കുന്നതിനായിട്ട് വ്യാപകമായിട്ട് പ്രയോഗിക്കുന്നുണ്ട്. അതിലൊന്ന് പഞ്ചാക്ഷരി മന്ത്രമാണ്. എല്ലാവർക്കും അറിയാം അല്ലേ? ഓം നമഃ ശിവായ. അതായത് ഞാൻ ശിവനെ വണങ്ങുന്നു. ഇതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ പകൽ മുഴുവനും ശിവരാത്രിയുടെ ജാഗ്രതയിലും ഭക്തിയിലും, പിന്നെ രാത്രിയായാലും അതേ ഭക്തി തുടർന്നുകൊണ്ട് ജപിക്കേണ്ട ഏറ്റവും നിർണായകമായിട്ടുള്ള മന്ത്രമാണിത്. ഇത് നിഷേധാത്മകതയെ, നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കി ശുദ്ധീകരിച്ച് ആന്തരിക ഊർജത്തെ വിന്യസിക്കാൻ കെൽപ്പുള്ള മന്ത്രമാണ് എന്നാണ് പറയുക. അപ്പോൾ ഓം നമഃശിവായ ഭക്തിയോടുകൂടി കണ്ണടച്ച് ധ്യാനിക്കാൻ ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് ഈ പഞ്ചാക്ഷരി മന്ത്രം. ഈ ഓഡിയോയുടെ അവസാനത്തിലെ ഈ മന്ത്ര ഉച്ചാരണം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ താളത്തിൽ ചൊല്ലാം. ഒരുമിച്ച് ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഉപകാരമായിരിക്കുമെന്ന് തോന്നുന്നു. അടുത്തത് മഹാമൃത്യുഞ്ജയ മന്ത്രമാണ്. ആരോഗ്യം, സംരക്ഷണം, ഭയത്തെ മറികടക്കൽ എന്നിവയ്ക്ക് അനുയോജ്യമായി എല്ലാവരും ചൊല്ലുന്ന മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. രോഗങ്ങൾ മാറാനും ദീർഘായുസ്സിനും ധനസമൃദ്ധിക്കും പുത്ര പൗത്രാദി സൗഖ്യത്തിനും ബഹുവിശേഷമാണ് ഈ മന്ത്രജപം. വിപരീത ഊർജത്തെ പുറന്തള്ളി ഉള്ളിലുള്ള പ്രാണശക്തിയുടെ ബലം വർദ്ധിപ്പിക്കാൻ ഈ മന്ത്രജപം സഹായിക്കുന്നുണ്ട്. ഏറ്റവും ശക്തിയുള്ള മന്ത്രങ്ങളിൽ ഒന്നാണിത്. അതിനാൽ ഈ മന്ത്രം ജപിക്കുമ്പോൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള ശുദ്ധി പാലിക്കണം എന്നുണ്ട്. അക്ഷരത്തെറ്റില്ലാതെ അർത്ഥം മനസ്സിലാക്കി ജപിക്കാൻ സാധിക്കുന്നവർക്ക് മഹാദേവനെ ഗുരുവായി സങ്കല്പിച്ച് ജപിച്ചു തുടങ്ങാമെന്നാണ് പറയുക. അതല്ലെങ്കിൽ ഗുരുമുഖത്ത് നിന്ന് ഉപദേശം നേടിയ ശേഷേ ജപം ആരംഭിക്കാവൂ എന്നൊരു ശാസ്ത്രമുണ്ട്. അപ്പോൾ അർത്ഥം മനസ്സിലാക്കി ഭഗവാനെ ഗുരുവായിട്ട് സങ്കല്പിച്ച് മന്ത്രം ചെല്ലാം. 108 തവണ ജപിക്കുന്നതാണ് ഉത്തമം എന്ന് പറയുന്നുണ്ട്. എന്നാലും സൗകര്യാർത്ഥം 3, 10 എന്നീ തവണയൊക്കെ ജപിക്കാം. ഒട്ടും ചൊല്ലാതിരിക്കുന്നതിലും നല്ലതാണല്ലോ കുറച്ചെങ്കിലും ചൊല്ലുക. 108 തവണ ജപിക്കാൻ നേരമില്ല എന്ന് വിചാരിച്ചിട്ട് ഒട്ടും ചൊല്ലാതിരിക്കണേക്കാളും നല്ലതാണ് 3 പ്രാവശ്യമോ 10 പ്രാവശ്യമോ എത്രയാണെന്ന് വെച്ചാൽ ഒരു തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കുന്നത് ഗുണകരമാണെന്നാണ് ആചാര്യന്മാരൊക്കെ പറയണത്. അപ്പോൾ ജപശേഷം അറിഞ്ഞോ അറിയാതെയോ വന്ന തെറ്റുകൾക്ക് ഭഗവാനോട് ക്ഷമാപണം നടത്താം. ഈ മന്ത്രത്തിൻ്റെ അർത്ഥത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഭഗവാനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. സുഗന്ധത്തെയും അഭിവൃദ്ധിയെയും വർദ്ധിപ്പിക്കുന്ന അങ്ങ് വെള്ളരിക്കയെ അതിൻ്റെ തണ്ടിൽ നിന്നും വേർപ്പെടുത്തുന്നത് പോലെ മരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചാലും. ഇവിടെ അമരത്വത്തിൽ നിന്നല്ല കേട്ടോ ഉദ്ദേശിക്കണത്, മരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചാലും. ഏതുപോലെയാണ്? വെള്ളരിക്കയെ അതിൻ്റെ തണ്ടിൽ നിന്നും വേർപ്പെടുത്തുന്നത് പോലെ. അടുത്തതായിട്ട് ശിവ പഞ്ചാക്ഷരി സ്തോത്രമാണ്. അത് തുടങ്ങുന്നത് നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ
തസ്മൈ ന കാരായ നമഃ ശിവായ. അപ്പോൾ ഇവിടെ ന എന്ന അക്ഷരത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ആദ്യത്തെ 4 വരിയാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സർപ്പങ്ങളിൽ ഏറ്റവും മികച്ചത്, വാസുകിയാണ് ഉദ്ദേശിക്കുന്നത്, തൻ്റെ മാലയായി ധരിച്ചിരിക്കുന്നവൻ, ത്രിലോചനായ 3 കണ്ണുള്ളവൻ, ഭസ്മാംഗരാഗായ അംഗങ്ങളിൽ മുഴുവൻ ഭസ്മം പൂശിയിട്ടുള്ള, മഹേശ്വരായ മഹാനായ ഈശ്വരനായ, നിത്യായ ശുദ്ധായ ദിഗംബരായ എപ്പോഴും നിത്യനായിട്ടുള്ളവൻ, ശുദ്ധനായിട്ടുള്ളവൻ, ദിഗംബരം എന്ന് വെച്ചാൽ വിവസ്ത്രനായിട്ടുള്ളവൻ. വസ്ത്രം ദിശകളാണ്, അപ്പം 4 ദിശകളെ വസ്ത്രമായി ധരിച്ചിരിക്കുന്നവൻ. അവൻ എപ്പോഴും സ്വതന്ത്രനാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. അങ്ങനെയുള്ള തസ്മൈ ന കാരായ നമഃ ശിവായ, അങ്ങനെയുള്ള ആദ്യക്ഷരം നമഃശിവായയുടെ ആദ്യക്ഷരമായ ന എന്ന അക്ഷരത്താൽ പ്രതിനിധീകരിക്കുന്ന ആ ശിവന് നമസ്കാരം. അതാണ് ആദ്യത്തെ 4 വരിയുടെ അർത്ഥം. അടുത്ത 4 വരി മ എന്ന അക്ഷരത്തെ കുറിച്ചാണ്. മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹുപുഷ്പസു പൂജിതായ തസ്മൈ മ കാരായ നമഃ ശിവായ. മന്ദാകിനി നദീജലത്താൽ ആരാധിക്കപ്പെടുകയും ചന്ദനം തേക്കുകയും ചെയ്യുന്നവൻ, നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ, നന്ദിയുടെയും ഭൂതപ്രേതങ്ങളുടെയും അധിപൻ ആരാണോ അവൻ മഹാനായ ഭഗവാൻ. മന്ദാര പുഷ്പ ബഹുപുഷ്പസു പൂജിതായ, മന്ദാരം തുടങ്ങി നിരവധി പുഷ്പങ്ങളെ കൊണ്ട് ആഴമായി ആരാധിക്കപ്പെടുന്നവൻ. തസ്മൈ മകാരായ നമഃ ശിവായ. പഞ്ചാക്ഷര മന്ത്രമായ മ യുടെ അതായത് 2ാമത്തെ അക്ഷരമായ മ എന്ന അക്ഷരത്താൽ പ്രതിനിധീകരിക്കപ്പെടുന്ന ആ ശിവന് വന്ദനം. അടുത്ത 4 വരി ശിവായ ഗൗരി വദനാബ്ജവൃന്ദ സൂര്യായ ദക്ഷാധ്വര നാശകായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ തസ്മൈ ശികാരായ നമഃ ശിവായ. ശിവായ ഗൗരി വദനാബ്ജവൃന്ദ, ഗൗരിയുടെ ദേവി പാർവതിയുടെ മുഖം താമര പോലെ പൂക്കാൻ ആരാണോ സൂര്യനെപ്പോലെ കാരണമായിരിക്കുന്ന, സൂര്യനാണല്ലോ താമര വിരിയിക്കാൻ കാരണമെന്ന് കവിഭാഷയിൽ പറയാം. അപ്പോൾ സൂര്യൻ ഇവിടെ ആരാണ്? ഭഗവാൻ പരമേശ്വരനാണ്. പരമേശ്വരനാകുന്ന സൂര്യനെ കാണുമ്പോൾ ഗൗരി പാർവതീദേവിയുടെ മുഖം താമര പോലെ തിളങ്ങാൻ പൂക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള ഭഗവാൻ സൂര്യായ ദക്ഷാധ്വര നാശകായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ, ദക്ഷൻ്റെ യാഗം നശിപ്പിക്കുന്നവൻ ആരാണോ. പിന്നെ മഹാദേവൻ്റെ വേറൊരു പേരാണ് വൃഷധ്വജൻ. വൃഷം എന്ന് പറഞ്ഞാൽ വൃഷം എന്നൊക്കെ പറഞ്ഞാൽ കാളയാണ് അല്ലേ. അങ്ങനെയുള്ള ആ കാള ധ്വജത്തിൽ കൊടിയിലുള്ളവൻ പരമേശ്വരൻ. അങ്ങനെയുള്ള ഭഗവാനെ ശി എന്ന അക്ഷരം കൊണ്ട് പ്രതിനിധാനം ചെയ്യുന്ന ഭഗവാനെ അങ്ങേ ഞാൻ വണങ്ങുന്നു. അടുത്തത് വസിഷ്ഠ കുംഭോദ്ഭവ ഗൗതമാര്യ മുനീന്ദ്രദേവാർച്ചിത ശേഖരായ ചന്ദ്രാർക്ക വൈശ്വാനരലോചനായ തസ്മൈ വകാരായ നമഃ ശിവായ. വസിഷ്ഠ കുംഭോദ്ഭവ ഗൗതമാർയ എന്ന് പറയുമ്പോൾ വസിഷ്ഠമുനിയുടെ കുലത്തിൽ ജനിച്ച, അല്ലെങ്കിൽ വേറെ മുനിമാർ, അഗസ്ത്യമുനി, ഗൗതമമുനി തുടങ്ങിയ ഉത്തമരും ആദരണീയരുമായിട്ടുള്ള സമസ്ത മുനിമാരാലും അർച്ചിക്കപ്പെട്ട, അതുപോലെ തന്നെ ദേവാർച്ചിത ശേഖരായ ദേവന്മാരാലും പൂജിക്കപ്പെട്ട, അർച്ചിക്കപ്പെട്ട പ്രപഞ്ചത്തിൻ്റെ കിരീടമായവനാരോ. ചന്ദ്രാർക്ക വൈശ്വാനരലോചനായ, ചന്ദ്രൻ, അർക്കൻ സൂര്യൻ, വൈശ്വാനരൻ അതായത് അഗ്നിയാണ്, എന്നിവ തൻ്റെ 3 കണ്ണുകളായിട്ടുള്ളവൻ. ഭഗവാന്റെ 3 കണ്ണുകൾ, ഒന്ന് സൂര്യൻ, ചന്ദ്രൻ, പിന്നെയുള്ളത് അഗ്നിയാണ്, വൈശ്വാനരൻ. അപ്പം അങ്ങനെയുള്ള
പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ വ എന്ന 4ാമത്തെ അക്ഷരമായിട്ടുള്ള അല്ലെങ്കിൽ ആ അക്ഷരത്താൽ പ്രതിനിധീകരിക്കുന്ന മഹാദേവന് ശിവനെ നമസ്കാരം. അടുത്തത് അവസാനത്തെ 4 വരിയാണ്. യജ്ഞസ്വരൂപായ ജഡാധരായ പിനാകഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ യകാരായ നമഃ ശിവായ. യജ്ഞത്തിൻ്റെ മൂർത്തീഭാവവും യക്ഷൻ്റെ അവതാരം സ്വീകരിച്ചവനും പഞ്ചഭൂതങ്ങളായ രോമങ്ങൾ വഹിക്കുന്നവനും കയ്യിൽ ത്രിശൂലമുള്ളവനും നിത്യനുമായവൻ, ദിവ്യൻ തിളങ്ങുന്നവൻ, വസ്ത്രമായി 4 ദിശകളുള്ളവൻ, പഞ്ചാക്ഷര മന്ത്രമായ നമഃശിവായയുടെ 5ാമത്തെ അക്ഷരമായ യ എന്ന അക്ഷരത്താൽ പ്രതിനിധീകരിക്കപ്പെടുന്ന ആ ശിവനെ നമസ്കാരം. പഞ്ചാക്ഷരമിതം പുണ്യം യ പഠേത് ശിവസന്നിധിം ശിവലോകമവാപ്നോതി ശിവേന സഹമോദതേ. ശിവലിംഗത്തിൻ്റെ അടുത്തിരുന്ന് ഈ സ്തോത്രം, ഈ 5 അക്ഷരങ്ങളെ സ്തുതിക്കുന്ന ഈ ഗീതം ചൊല്ലുന്നവൻ ശിവൻ്റെ വാസസ്ഥലം നേടുകയും അവൻ്റെ ആനന്ദം ആസ്വദിക്കുകയും ചെയ്യും. ഇതാണ് ശിവ പഞ്ചാക്ഷര സ്തോത്രത്തിൻ്റെ അർത്ഥം. എന്നാൽ ആവും വിധം പറഞ്ഞിരിക്കുന്നത്. വളരെ പുണ്യദായകമായ ഈ ശിവ പഞ്ചാക്ഷര സ്തോത്രം ശിവരാത്രി ദിനത്തിൽ ചൊല്ലുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഭഗവാന്റെ വേറൊരു മന്ത്രമാണ്, വളരെ ശക്തമായിട്ടുള്ള മന്ത്രമാണ്. ഓം നമോ ഭഗവതേ രുദ്രായ. ഇത് 108 തവണ ചൊല്ലാം. തുളസിമാലയോ രുദ്രാക്ഷമാലയോ ഉപയോഗിച്ച് ജപിക്കുന്നത് വളരെ ശുഭകരമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അടുത്തതായിട്ടുള്ളൊരു മന്ത്രമാണ് ഓം നാഗേശ്വരായ നമ. പിന്നെ വേറൊരു മന്ത്രമാണ് ഓം ചന്ദ്രമൗലീശ്വര നമ. ഭഗവാന്റെ ക്ഷമാപണ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അതായത് അറിയാതെയോ അറിഞ്ഞോ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ അർത്ഥം വരുന്ന ഒരു മന്ത്രമാണ് കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതം അവിഹിതം വാ സർവമേതത് ക്ഷമസ്വ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. കരചരണകൃതം കൈകൊണ്ടോ കാലുകൊണ്ടോ, കായജം കർമ്മജം ശരീരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, ശ്രവണനയനജം കേൾവി കൊണ്ടോ ദൃഷ്ടി കൊണ്ടോ, വാ മാനസം വാ മനസ്സുകൊണ്ടോ, അപരാധം എന്തെങ്കിലും അപരാധം എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വിഹിതം അവിഹിതം വിഹിതമായതോ അവിഹിതമായതോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, എല്ലാം സർവമേതത് ക്ഷമസ്വ, എല്ലാം എന്നോട് ക്ഷമിച്ച് തരാൻ ഉള്ള കരുണ ഉണ്ടാവണേ. ജയ ജയ കരുണാബ്ദേ, കരുണയുടെ സാഗരമേ ശ്രീ മഹാദേവ ശംഭോ. ഇത് ചൊല്ലുക എന്നുള്ളത് നമ്മളുടെ മാനസികമായിട്ടുള്ള ഒരു സമാധാനത്തിന് വളരെ നല്ലതാണ്. ഇത് ശിവരാത്രിക്ക് എന്നല്ല, എന്നും കിടക്കാൻ നേരത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കൊരാശ്വാസമാണ്. ഇനി ശിവരാത്രി നാളിൽ ഉറക്കളയ്ക്കുക അത് ബുദ്ധിമുട്ടായിട്ടുള്ളവരെ 12 മണി, രാത്രി 12 മണി മുതൽ 2:30 2:45 വരെ എങ്കിലും ഉണർന്നിരുന്ന്, ആ സമയത്തെങ്കിലും ഉണർന്നിരുന്ന് നട്ടെല്ല് വളരെ നേരെയാക്കി സ്ട്രെയിറ്റാക്കി പിടിച്ച് ധ്യാനത്തിലിരിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് പറയുന്നു. ആ സമയത്ത് ഈ പറഞ്ഞ നാമങ്ങളും മന്ത്രങ്ങളുമൊക്കെ വളരെ ഭക്തിപൂർവം തെറ്റാതെ ചൊല്ലുന്നത് മാനസികമായും ശാരീരികമായിട്ടുള്ള ഊർജത്തിന് വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്ത് അതിന് മുമ്പും പിമ്പും കിടന്നുറങ്ങാം. ആരോഗ്യം അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതെല്ലാം. ഇനി ഈ മന്ത്രം കൂടെ ചൊല്ലാൻ ഉതകുന്ന രീതിയിൽ ഞാൻ ചൊല്ലാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഗുണമായിരിക്കും. ഓം നമഃ
ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവായ. ഓം നമഃ ശിവായ. മഹാമൃത്യുഞ്ജയ മന്ത്രം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. 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 ഓം
ശിവപഞ്ചാക്ഷരി സ്തോത്രം. ഓം നമഃ ശിവായ. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. മന്ദാകിനീ സലിലചന്ദനചർച്ചിതായ നന്ദീശ്വരപ്രമദനാഥ മഹേശ്വരായ മന്ദാരപുഷ്പബഹുപുഷ്പസുപൂജിതായ തസ്മൈ മകാരായ നമഃ ശിവായ. ശിവായ ഗൗരീവദനാബ്ജവൃന്ദ സൂര്യായ ദക്ഷാധ്വരനാശകായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ തസ്മൈ ശികാരായ നമഃ ശിവായ. വസിഷ്ഠകുംഭോദ്ഭവഗൗതമാര്യ മുനീന്ദ്രദേവാർച്ചിതശേഖരായ ചന്ദ്രാർക്കവൈശ്വാനരലോചനായ തസ്മൈ വകാരായ നമഃ ശിവായ. യജ്ഞസ്വരൂപായ ജടാധരായ പിനാകഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ യകാരായ നമഃ ശിവായ. പഞ്ചാക്ഷരമിദം പുണ്യം യ പഠേത് ശിവസന്നിധൗ ശിവലോകമവാപ്നോതി ശിവേന സഹ മോദതേ. ശിവഗായത്രീ മന്ത്രം. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്രപ്രചോദയാത്. 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 ഓം തത്പുരുഷായ
तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो रुद्रः प्रचोदयात्। ॐ तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो रुद्रः प्रचोदयात्। ॐ नमो भगवते रुद्राय। 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 ॐ नागेश्वराय नमः। 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 ॐ चन्द्रमौलीश्वर 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 नमः। ॐ
ചന്ദ്രമൗലീശ്വര നമഃ. ഓം ചന്ദ്രമൗലീശ്വര നമഃ. ഓം ചന്ദ്രമൗലീശ്വര നമഃ. ഓം